വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇന്ന് നടന്ന അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ എക്സാമിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് പൊതുവെ ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈസി ആണോ, മോഡറേറ്റ് ആയിരുന്നോ, ടഫ് ആയിരുന്നോ എന്നൊക്കെ. പിന്നെ ഈ എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്കും കൂടെ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എത്രയൊക്കെ മാർക്ക് കിട്ടിയെന്നൊന്ന് അറിയാനായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ 20% 36 ആയാൽ 30% എത്ര? സൊല്യൂഷൻ: ഒരു സംഖ്യയുടെ 20% 36 ആയാൽ 30% എത്രയെന്ന് സംഖ്യേനെ എക്സ് ആയിട്ട് എടുക്കാം. സംഖ്യ എക്സ്, ഒരു സംഖ്യയുടെ 20% 36, അതായത് ഇവിടെ ഈ എക്സിൻ്റെ 20% 36, അതായത് എക്സ് ഇൻറ്റു 100 20 ഈസ് ഈക്വൽ ടു 36. ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ്? 20x ഇൻറ്റു 1 20x തന്നെ. 20x ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു 36. ദെയർഫോർ സംഖ്യ എക്സ് ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു 36 ഡിവൈഡഡ് ബൈ 20. 180. അപ്പോൾ സംഖ്യ എക്സ് ഈസ് ഈക്വൽ ടു 180 എന്ന് കിട്ടി. അപ്പോൾ ഒരു സംഖ്യയുടെ 20% 36 ആയാൽ 30% എത്ര? അതായത് ഈ സംഖ്യയുടെ 30% എത്രയെന്ന്. അപ്പോൾ സംഖ്യ ഇവിടെ 180 ആയിട്ട് കിട്ടി. അപ്പോൾ 180ൻ്റെ 30%, അതായത് 180 ഇൻറ്റു 100 30 ഈസ് ഈക്വൽ ടു 54. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി 54. ഇതാണ് ഇതിൻ്റെ പ്രോപ്പർ മെത്തേഡ്. ഇനി ഇതൊരു ഷോർട്ട് കട്ടിലും കൂടെ ചെയ്യാം. അതായത് ഒരു സംഖ്യയുടെ 20% 36, 20% എന്നുള്ളത് 36 ആയാൽ 30% എത്ര? അപ്പം 30% എത്ര? അതിനെ എക്സ് ആയിട്ട് എടുക്കാം. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതായിരിക്കും ഉത്തരം. അപ്പോൾ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 20 ഇൻറ്റു എക്സ്, 20x ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു 36. അപ്പം എക്സ് ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു 36 ഡിവൈഡഡ് ബൈ 20, 54. അപ്പോൾ ഇങ്ങനെയും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി 54. അടുത്ത ചോദ്യം, 5⁻⁴ ഇൻറ്റു 125⁻² ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ: 5⁻⁴ ഇൻറ്റു 125⁻². അപ്പോൾ ഇവിടെ 5⁻⁴ ഇൻറ്റു ഈ 125നെ 5 ക്യൂബ് എന്ന് എഴുതാം. 5 ക്യൂബ് all⁻². അപ്പോൾ ഇവിടെ 5⁻⁴ ഇൻറ്റു 5 ക്യൂബ് all⁻². അതെങ്ങനെ വരും? a⁻m all⁻n ഈസ് ഈക്വൽ ടു a⁻m ഇൻറ്റു n ആണ്. അപ്പോൾ ഇവിടെ 5 ക്യൂബ് all⁻² എന്ന് പറയുമ്പം 5⁻³ ഇൻറ്റു 2/3. അപ്പം 5⁻⁴ ഇൻറ്റു 5⁻³ ഇൻറ്റു 2 6, 5⁻�6/3. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇത് 5⁻⁴ ഇൻറ്റു 5⁻6/3, അതായത് a⁻m ഇൻറ്റു a⁻n ഫോർമുല. a⁻m ഇൻറ്റു a⁻n ആണെങ്കിൽ a⁻m ഇൻറ്റു a⁻n ഈസ് ഈക്വൽ ടു a⁻m പ്ലസ് n. അപ്പോൾ ഇവിടെ 5⁻⁴ പ്ലസ് 6/3 ഈക്വൽ ടു 5 ഡിനോമിനേറ്റർ സെയിം ആകുമ്പോൾ എന്താണ്? LCM 3 തന്നെയാണ് അല്ലേ? ഡിനോമിനേറ്ററിൽ 3 വരും, ന്യൂമറേറ്ററിൽ 1 + 6 7 വരും. അപ്പോൾ 5⁻⁷. ആൻസർ 5⁻⁷ ആണ്. ഓപ്ഷൻ ഡി. ചോദ്യം, 4 + 6 × 5 -
3 ഇൻറ്റു 2 പ്ലസ് 8 ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ ഇത് സോൾവ് ചെയ്യണം. 4 പ്ലസ് 6 ഇൻറ്റു 5 മൈനസ് 3 ഇൻറ്റു 2 പ്ലസ് 8. കാൽക്കുലേഷൻസ് എല്ലാം സോൾവ് ചെയ്യേണ്ടത് ബോട്ട് മാസ് റൂൾ വെച്ചിട്ടാണ്. ബോട്ട് മാസ്, ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അതായത് ബ്രാക്കറ്റിൽ എന്തെങ്കിലും കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യണം. എല്ലാ കാൽക്കുലേഷൻസും ചെയ്യേണ്ടത് ആദ്യം ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. ഈ ഒരു ഓർഡറിലായിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ആദ്യം ബ്രാക്കറ്റിലെ കാൽക്കുലേഷൻ ചെയ്യണം. ബ്രാക്കറ്റിൽ 4 പ്ലസ് 6 എന്താണ്? 10. ബ്രാക്കറ്റിലെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ആ ബ്രാക്കറ്റ് അങ്ങ് പോയി കിട്ടുവേ. അപ്പോൾ ഇവിടെ 4 6 10 ഇൻറ്റു 5 എന്ന് വന്നു. മൈനസ് 3 ഇൻറ്റു അടുത്ത ബ്രാക്കറ്റ് 2 പ്ലസ് 8 10. അപ്പോൾ ബ്രാക്കറ്റ് അങ്ങ് പോയി. ബ്രാക്കറ്റിലെ കാൽക്കുലേഷൻ കഴിയുമ്പോൾ ബ്രാക്കറ്റ് അങ്ങ് പോയി കിട്ടും. 2 പ്ലസ് 8 10. അപ്പം 10 ഇൻറ്റു 5 മൈനസ് 3 ഇൻറ്റു 10. ഇനി ഇവിടെ ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ ഇവിടെ 10 ഇൻറ്റു 5 50 മൈനസ് 3 ഇൻറ്റു 10 30. 50. ഇനി ഇവിടെ ലാസ്റ്റ് സബ്ട്രാക്ഷൻ. 50 മൈനസ് 30 20. ആൻസർ ഓപ്ഷന് 20. അടുത്ത ചോദ്യം 1/2 ഇൻറ്റു 1/2 മൈനസ് 1/4 ഇൻറ്റു 1/4 ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് 1/4 ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ സോൾവ് ചെയ്യുക. 1/2 ഇൻറ്റു 1/2 മൈനസ് 1/4 ഇൻറ്റു 1/4 ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് 1/4. ഇവിടെ നോക്കിക്കേ, ന്യൂമറേറ്ററിൽ കണ്ടോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലാണ്. അതായത് എ 1/2ഉം ബി 1/4ഉം ആയിട്ട് എടുത്താൽ നോക്കിക്കേ, 1/2 ഇൻറ്റു 1/2 മൈനസ് 1/4 ഇൻറ്റു 1/4. അതായത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമില. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഡിനോമിനേറ്ററിലാണെങ്കിലോ 1/2 പ്ലസ് 1/4 എ പ്ലസ് ബി. അപ്പോൾ ഇവിടെ എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഇൻ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എ പ്ലസ് ബി. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എ പ്ലസ് ബിയും എ പ്ലസ് ബിയും അങ്ങ് വെട്ടിപ്പോയി. പിന്നെ എന്താണ്? എ മൈനസ് ബി ആണുള്ളത്. അപ്പോൾ എ മൈനസ് ബി എന്താണ്? 1/2 മൈനസ് 1/4. 1/2 മൈനസ് 1/4 എന്ന് പറയുമ്പോൾ എന്താ? അരഭാഗത്തിൽ നിന്ന് കാൽഭാഗം പോയാൽ കാൽഭാഗം 1/4 ആണെന്ന് അറിയാം. ഉത്തരം ഓപ്ഷൻ ബി. ഇനി ഇതൊന്ന് സോൾവ് ചെയ്തേക്കാം. ഇതൊന്ന് കാൽക്കുലേഷൻ അങ്ങ് ചെയ്തേക്കാം. അതായത് 1/2 മൈനസ് 1/4 എങ്ങനെയാണ്? ഡിനോമിനേറ്ററിൽ എന്ത് വരും? 2ൻ്റെയും 4ൻ്റെയും ലെസ്സാകൂ. 2ൻ്റെയും 4ൻ്റെ ലെസ്സാകൂ എന്നാണ് 4. ന്യൂമറേറ്ററിലോ ലെസ്സാകുവിനെ ഛേദം കൊണ്ട് ഹരിച്ചിട്ട് അംശം കൊണ്ട് ഗുണിക്കുന്നത്. അപ്പോൾ എന്ത് വരും? ഇവിടെ 4/2 2 2 ഇൻറ്റു 1 2 മൈനസ് 4/4 1 1 ഇൻറ്റു 1 1. അപ്പോൾ 2 മൈനസ് 1 1 ഡിവൈഡഡ് ബൈ 4 1/4 എന്ന് ഉത്തരം കിട്ടി. ആൻസർ ഓപ്ഷൻ ബി 1/4. ചോദ്യം A/B ഈസ് ഈക്വൽ ടു 2:7 ആയാൽ A/B ഈസ് ടു B/A ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ A/B ഈസ് ഈക്വൽ ടു 2:7. കണ്ടുപിടിക്കേണ്ടത് A/B ഈസ് ടു B/A. ഇപ്പോൾ നോക്കിക്കേ, A/B ഈസ് ഈക്വൽ ടു 2:7. A/Bനെ A/B എന്ന് എഴുതാം. A/B എന്ന് വെച്ചാൽ A/B ആണ്. അപ്പോൾ ഇവിടെ A/B A/B ആകുമ്പോൾ 2:7 എന്നുള്ളത് 2/7 ആകും. അപ്പോൾ ഇവിടെ A/B എന്നുള്ളത് 2/7 ആണ്. A/B 2/7 ആണെങ്കിൽ B/A എന്തായിരിക്കും? 7/2 ആയിരിക്കും.
അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് A/B ഈസ് ടു B/A ആണ്. അപ്പോൾ A/B എന്താണ്? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2/7 ഈസ് ടു B/A എന്താണ്? 7/2. അപ്പോൾ 2/7 ഈസ് ടു 7/2 ഈസ് ഈക്വൽ ടു എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ X ഈസ് ടു Y ഈസ് ഈക്വൽ ടു എന്ത് വരും? X/Y ആയിരിക്കുമല്ലോ. അതായത് A ഈസ് ടു B ഈസ് ഈക്വൽ ടു A/B പോലെ X ഈസ് ടു Y എന്ന് എടുത്താൽ എന്താ? അത് X/Y ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ 2/7 X ആയിട്ട് എടുക്കാം, 7/2 Y ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? X ഈസ് ടു Y എന്നുള്ളത് എന്താണ്? X/Y ആ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, X എന്താണ്? Xൻ്റെ വാല്യൂ എന്താണ്? X 2/7. X 2/7 ഡിവൈഡഡ് ബൈ Y എന്താണ്? 7/2. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ 2/7/7/2 എന്ത് വരും? ഹരിക്കേണ്ട സംഖ്യയുടെ റെസിപ്രോക്കൽ കൊണ്ട് വേണം ഗുണിക്കാൻ. അപ്പം 2/7 ഇൻറ്റു 7/2 റെസിപ്രോക്കൽ 2/7. 2 ഇൻറ്റു 2 4, 7 ഇൻറ്റു 7 49. 4/49 എന്ത് വരും? A/B എന്താണ്? A/B A ഈസ് ടു B ആ, അല്ലെങ്കിൽ XY എന്ന് പറയുന്നത് എന്താണ്? X ഈസ് ടു Y ആ. അപ്പോൾ 4/49 എന്ന് പറയുമ്പോൾ അത് 4:49 ആണ്. 4:49. അപ്പോൾ ആൻസർ എന്ത് വരും? ഓപ്ഷൻ എ 4:49. അടുത്ത ചോദ്യം, ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? 10, 13, 17, 22 ഡാഷ്. സൊല്യൂഷൻ. ഈ സീരീസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കുക. അപ്പോൾ ഇവിടെ 10, 13, 17, 22 ഡാഷ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ആദ്യം അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 10 + 3 ആണ് 13, 13 + 4 ആണ് 17, 17 + 5 ആണ് 22. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? ആദ്യം 3 കൂട്ടി, പിന്നെ 4 കൂട്ടി, പിന്നെ 5 കൂട്ടി. 3, 4, 5. ഇനി അടുത്ത എന്താണ്? 6 കൂട്ടണം. അപ്പോൾ 22 + 6 28. ആൻസർ 28 ആണ്. ഓപ്ഷൻ സി. ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. 11, 23, 47, 63. സൊല്യൂഷൻ. ഒറ്റയാൻ എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒരെണ്ണത്തിനൊഴികെ ബാക്കി എല്ലാ സംഖ്യകൾക്കും ഒരു കോമൺ ഫീച്ചർ ഉണ്ടായിരിക്കും. ആ കോമൺ ഫീച്ചർ ഇല്ലാത്ത ആ ഒരു സംഖ്യ ആയിരിക്കും ഒറ്റയാന്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ 4 സംഖ്യകളുണ്ട്. 3 എണ്ണത്തിനൊരു കോമൺ ഫീച്ചർ കാണും. ഒരെണ്ണത്തിന് ആ കോമൺ ഫീച്ചർ ഉണ്ടായിരിക്കത്തില്ല. അതായിരിക്കും അവിടുത്തെ ഒറ്റയാൻ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, സംഖ്യകൾ ഏതൊക്കെയാണ്? 11, 23, 47, 63. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 11, 23, 47 ഇത് 3ഉം അഭാജ്യ സംഖ്യകളാണ്. 63 ഒരു ഭാജ്യസംഖ്യ. അപ്പോൾ ഇവിടെ ഒറ്റയാൻ ഏതാണ്? 63 ആണ്. ആൻസർ ഓപ്ഷൻ ഡി. ചോദ്യം, സമയം 7:30 ആകുമ്പോൾ ക്ലോക്കിലെ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയ്ക്കുള്ള കോണളവ്. സൊല്യൂഷൻ. കോണളവ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 30h - 11/2 m. ഇവിടെ h അവർ, മണിക്കൂർ, m മിനിറ്റ്. അപ്പോൾ തന്നിരിക്കുന്ന സമയം എന്താണ്? 7:30. അപ്പോൾ ഇവിടെ അവർ, മണിക്കൂർ h 7, മിനിറ്റ് m 30. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 30 × 7 - 11/2 × 30. 30 × 7 210 - 2 15 30. 15 × 11 15 10 150. അപ്പോൾ 15 × 11 ആകുമ്പോൾ 165. 210 - 165. 45 ഡിഗ്രിയാണ് കോണളവ്. ആൻസർ ഓപ്ഷൻ സി. ചോദ്യം, 8:511 ഡബിൾ ഈസ്റ്റു 10 എത്ര? സൊല്യൂഷൻ. 8:511 ഡബിൾ ഈസ്റ്റു 10 എത്ര? അപ്പോൾ 8
511 ആയ പോലെ 10ന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരുമെന്ന് കണ്ടുപിടിക്കണം. ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് 1 മുതൽ 30 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയറും 1 മുതൽ 15 വരെയുള്ള സംഖ്യകളുടെ ക്യൂബും ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 8ൻ്റെ ക്യൂബാണ് 512. അതിൽ നിന്ന് 1 കുറയ്ക്കുന്നതാണ് 511. അപ്പോൾ ഇവിടെ 8 ക്യൂബ് മൈനസ് 1 വന്നിരിക്കുന്നത്. അതായത് 512 മൈനസ് 1 511. അപ്പോൾ ഇവിടെ എന്ത് വരും? അതുപോലെ 10ൻ്റെ ക്യൂബിൽ നിന്ന് 1 കുറയ്ക്കുക. 10ൻ്റെ ക്യൂബ് എന്താണ്? 1000. അപ്പോൾ 1000 മൈനസ് 1 എന്ത് വരും? 999. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി 999. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 100നും 150നും ഇടയിലുള്ള ഒറ്റ സംഖ്യകളുടെ തുക. സൊല്യൂഷൻ: 100നും 150നും ഇടയിലുള്ള ഒറ്റ സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. 100നും 150നും ഇടയിലുള്ള ഒറ്റ സംഖ്യകൾ എന്ന് പറയുമ്പം 101 മുതൽ 149 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 101 മുതൽ 149 വരെയുള്ള ഒറ്റ സംഖ്യകൾ എന്ന് പറയുമ്പോൾ അതൊരു സമാന്തര ശ്രേണിയാണ്. ഒരു സമാന്തര ശ്രേണിയിലെ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് സമ്മ് ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ. അപ്പം സമാന്തര ശ്രേണിയിലെ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുല n/2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ. അപ്പോൾ ഇവിടെ n സംഖ്യകളുടെ എണ്ണമാണ്. അപ്പം 100നും 150നും ഇടയിലുള്ള ഒറ്റ സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? n ഈസ് ഈക്വൽ ടു 25. നമുക്കറിയാം, എങ്കിലും അതെങ്ങനെയാണ് കിട്ടുന്നതെന്നൊന്ന് പറയാം. അതായത് സമാന്തര ശ്രേണി ആവുമ്പം, സമാന്തര ശ്രേണി എന്ന് വെച്ചാൽ എന്താ? അതിൻ്റെ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം സെയിം ആണ്. അതാണ് സമാന്തര ശ്രേണി. സമാന്തര ശ്രേണിയിലെ n സംഖ്യകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് n ഈസ് ഈക്വൽ ടു ലാസ്റ്റ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം d, കോമൺ ഡിഫറൻസ് d പ്ലസ് 1. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ലാസ്റ്റ് നമ്പർ എന്താണ്? 149 മൈനസ് ഫസ്റ്റ് നമ്പർ 101 ഡിവൈഡഡ് ബൈ ഒറ്റ സംഖ്യകളാകുമ്പോൾ പൊതുവ്യത്യാസം എന്താണ്? 2 പ്ലസ് 1. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 149 മൈനസ് 101 48. അപ്പോൾ 48/2 പ്ലസ് 1 48/2 24. 24 1 25. അപ്പോൾ എന്താണ്? 25. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 25/2 ഇൻറ്റു ഇവിടെ ഫസ്റ്റ് നമ്പർ എന്താണ്? 101 പ്ലസ് ലാസ്റ്റ് നമ്പർ 149. 25/2 ഇൻറ്റു 101 പ്ലസ് 149 250. അപ്പം 25 ഇൻറ്റു 250, 25/2 ഇൻറ്റു 250. അപ്പം 250/2 ആകുമ്പോൾ അത് 125. 125 ഇൻറ്റു 125. അപ്പോൾ ഒരു സംഖ്യേനെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ട്രിക്ക്, സംഖ്യയുടെ കൂടെ 2 0 ഇടുക, 4 കൊണ്ട് ഹരിക്കുക. അപ്പം 125നെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ 125ൻ്റെ കൂടെ 2 0 ഇടുക, 4 കൊണ്ട് ഹരിക്കുക. 4 3 12. 5-നകത്താകുമ്പോൾ 4 1 4. അപ്പം ശിഷ്ടം 1 ഉണ്ട്. അപ്പോൾ 10 വരുമ്പം 4 2 8. 10-നകത്ത് 2 വരുമല്ലോ, ശിഷ്ടം 2 വരുമല്ലോ. അപ്പോൾ 20 ആകുമ്പോൾ 4 5 20. 3125 സമ്മ്. ആൻസർ ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈസി ആയിരുന്നോ, ടഫായിരുന്നോ, മോഡറേറ്റ് ലെവലിലായിരുന്നോ? പിന്നെ നിങ്ങൾക്ക് മാത്സിന് കിട്ടിയ മാർക്കൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് മൊത്തത്തിൽ പ്രൊവിഷണൽ ആൻസർ കീ നോക്കിയിട്ട് ഈ പരീക്ഷയ്ക്ക് മൊത്തത്തിലായിട്ട് കിട്ടിയ മാർക്കും കൂടി ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.